അപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ് ലാർജ് സാമ്പിൾ ടെസ്റ്റ് അഥവാ നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ ലാർജ് സാമ്പിൾ ടെസ്റ്റും സ്മോൾ സാമ്പിൾ ടെസ്റ്റുകളും ഉണ്ടാവും. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 30 ആൻഡ് എബോവ് വരുന്ന സാമ്പിൾ സൈസുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് എന്ത് ചെയ്യുക വിളിക്കാറ് സാധാരണ. അപ്പം ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ സാമ്പിൾ സൈസ് വലുതായതുകൊണ്ട് തന്നെ അതൊക്കെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്താവും, അറ്റ്ലീസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ആയിട്ടെങ്കിലും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ലാർജ് സാമ്പിൾ ടെസ്റ്റുകൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് എഴുതാൻ പറ്റുക z = y മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ബൈ വേരിയൻസ് ഓഫ് y. അതായത് ഇവിടെ y എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്, അതായത് ഇപ്പം നമ്മുടെ സാമ്പിൾ മീൻ ആവാം, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ് ആവാം, അങ്ങനെ ഒരു സാമ്പിൾ മീഡിയൻ ആവാം, അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് y എന്നുണ്ടെങ്കിൽ y മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ബി ഡിവൈഡഡ് ബൈ റൂട്ട് വി ഓഫ് y. ആ റൂട്ട് വി ഓഫ് വൈനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് y എന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു z എന്ന് പറയുന്ന ഈ സംഗതിയാണ് ഇതിൻ്റെ എന്തോ ഒരു നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു y ഉണ്ടാവും, അതായത് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും, അതിൻ്റെ എക്സ്പെക്ടേഷൻ അതിന് മൈനസ് ചെയ്യുക ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്. അത് ചെയ്താലാണ് നമ്മുടെ എന്തുണ്ടാവുക, എപ്പോഴും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആര് മാത്രമേ വരുള്ളൂ, നമുക്കൊരു മെച്ചമുണ്ട്, ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എപ്പോഴും എന്തായിരിക്കും, z ആയിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാർജ് സാമ്പിൾ 30 എബോവ് ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ടെസ്റ്റ് ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. ലാർജ് സാമ്പിൾ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, സെറ്റ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ഈസ് chosen at a test statistic. The critical region for the given level of significance can be determined from normal table. അപ്പോൾ ഇതിന് നമ്മൾ ടേബിൾ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ആയിരിക്കും, ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ആ ടേബിൾ വാല്യൂ കിട്ടുന്നത് നമ്മുടെ സെറ്റ് ടേബിൾ നിന്നായിരിക്കും. സെറ്റ് ടെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ കാണാൻ നോക്കുമ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ കാണാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ H1 അഥവാ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനനുസരിച്ചാണ് ക്രിട്ടിക്കൽ റീജിയനിൽ മാറ്റം വരിക. ഇപ്പോൾ H0 സച്ച് ദാറ്റ് തീറ്റ ഈക്വൽ ടു θ0 എന്ന് പറയുന്ന ഒരു നൾ ഹൈപ്പോത്തിസിസ്. അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താവാം, theta less than h1 such that theta less than θ0 ആവാം, h1 such that theta greater than θ0 ആവാം, അതുപോലെ h1 such that theta not equal to θ0. ഈ 3 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഓരോന്നാവുമ്പോഴും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആകുമ്പോഴും നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ സെലക്ട് ചെയ്യാം. ക്രിട്ടിക്കൽ റീജിയൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ z-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റീജിയനിലാണെങ്കിൽ നമ്മൾ അത് റിജക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ എന്ത് പറയാറ്. അപ്പം ഈ തീറ്റ ലെസ് ദാൻ θ0ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ z-ന്റെ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് വാല്യൂ കാണുന്നതെങ്കിൽ z ലെസ് ദാൻ മൈനസ് ഓഫ് z ആൽഫ. അപ്പോൾ ആൽഫ 0.5 ആണെങ്കിൽ മൈനസ് ഓഫ് z ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് z 0.05, അതായത് 0.05ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z-ന്റെ വാല്യൂ അതിനേക്കാളും ചെറുതാണെങ്കിൽ അല്ലേ, അവിടെ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ഇവിടെ z ഗ്രേറ്റർ ദാൻ z ആൽഫ, അത് അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. അല്ലെങ്കിൽ മോഡ് z ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2, അത് എന്താണ് നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ ആൽഫ ബൈ 2, അതായത് 0.025 ആണ് നമ്മൾ എന്ത് ചെയ്യാറ് കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ ഒരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതുണ്ടായിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് നമ്മളിപ്പോൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ ആൽഫ ഇസ് ഈക്വൽ ടു 0.05, അതായത് 5% നമ്മൾ എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻസ് ലെവൽ 5% ആണെങ്കിൽ അതിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇങ്ങനെയാണെങ്കിൽ, അതായത് h1 സച്ച് ദാറ്റ് തീറ്റ ലെസ് ദാൻ θ0 ആണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് ഈ എൻഡിലായിരിക്കും. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു 0.0205 എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും
അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ നോക്കിയാൽ എന്താ ഉണ്ടാവുക, -1.645 എന്നായിരിക്കും ഉണ്ടാവുക അവിടുത്തെ ആ പോയിന്റിലുള്ള വാല്യൂ. അതായത് ആൽഫ 0.05 കിട്ടണമെങ്കിലുള്ള ഈ ഏരിയ എന്ന് പറഞ്ഞാൽ -1.645 ആണ്. ഇനി തീറ്റ ഗ്രേറ്റർ ദാൻ θ0 എന്നാണ് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ആൽഫ കിടക്കുന്നത് അഥവാ ക്രിട്ടിക്കൽ റീജിയൻ കിടക്കുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. അതായത് 0.05 മൊത്തത്തിൽ എവിടെയായിരിക്കും, റൈറ്റ് സൈഡിലായിരിക്കും. നേരെ മറിച്ച് തീറ്റ നോട്ട് ഈക്വൽ ടു θ0 എന്നാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നുണ്ടെങ്കിൽ രണ്ട് ക്രിട്ടിക്കൽ റീജിയൻ രണ്ട് എൻഡിലായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക. അപ്പം 0.05 ആണ് ടോട്ടൽ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ 0.025 ഒരു സൈഡിൽ 0.025 മറ്റേ സൈഡിലുമാണ് എന്ത് ചെയ്യുക ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ടേബിൾ വാല്യൂ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ അഥവാ നമ്മൾ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് നമുക്ക് കണ്ടുപിടിച്ച് കാൽക്കുലേറ്റഡ് വാല്യൂവിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനനുസരിച്ചാണ്. അതായത് തീറ്റ ലെസ് ദാൻ θ0യും തീറ്റ ഗ്രേറ്റർ ദാൻ θ0യും ആകുമ്പോൾ രണ്ടിലും എന്താണ് സൈന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷേ വാല്യൂ 1.645 1.645 തന്നെയാണ്, അതിൽ മാറ്റമില്ല. കണ്ടോ, തീറ്റ നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ അതിനെയാണ് നമ്മൾ ടു ടൈൽ എന്ന് വിളിക്കുക. ഈ ഫസ്റ്റത്തെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരുന്നതിന് നമ്മൾ വൺ ടൈൽ എന്ന് വിളിക്കുകയായിരുന്നു. നോട്ട് ഈക്വൽ ടു വരുമ്പോൾ ടു ടൈൽ ആണ്. ആ ടൈമിൽ എന്തായിരിക്കും നമ്മുടെ ടേബിൾ വാല്യൂ മാറി, കണ്ടോ 1.96. ഇതുപോലെ തന്നെ ഇതിപ്പോൾ 5% അഥവാ 0.05 ആകുമ്പോഴാണ്, 1% ആകുമ്പോഴും ഇതുപോലെ എന്തുണ്ടാവും, വൺ ടൈലിന് കിട്ടുന്ന ടേബിൾ വാല്യൂ ആയിരിക്കും എന്തിനുണ്ടാവുക, ടു ടൈലിന് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ 1%ൻ്റെയും 5%ൻ്റെയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടത്. ഈ ടേബിൾ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് ടേബിൾ നോക്കേണ്ട ആവശ്യമില്ല, നേരെ എടുത്ത് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ ഇനി എവിടെയൊക്കെയാണ് സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് യൂസ് ഓഫ് സെഡ് ടെസ്റ്റ് എന്താണ്, ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. ഒരു പോപ്പുലേഷൻ മീൻ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതായത് നമ്മളൊരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടോ ഇല്ലേ എന്ത് ചെയ്യലാണ്, ചെക്ക് ചെയ്യലാണ്. ഇപ്പോൾ നമ്മളോടൊരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു സാമ്പിൾ ആയിരിക്കും. അപ്പോൾ ആ സാമ്പിൾ മീൻ കണ്ടിട്ട് ആ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്ത് ചെയ്യണം, നമ്മളിവിടെ ചെക്ക് ചെയ്യണത്. അപ്പം ഇത്തരം ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സെഡ് ടെസ്റ്റും പോരാത്തതിന് ടി ടെസ്റ്റും യൂസ് ചെയ്യാറുണ്ട്. സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും. സെഡ് ടെസ്റ്റ് ലാർജ് സാമ്പിൾ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റ്, അതായത് ലെസ് ദാൻ 30 ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്, സ്മോൾ സാമ്പിൾ ടെസ്റ്റ് അഥവാ ടി ടെസ്റ്റ് അതിൽ വരുന്നതാണ്. പക്ഷേ ചില സ്പെഷ്യൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്മോൾ സാമ്പിൾ ആണെങ്കിൽ പോലും സെഡ് ടെസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലാർജ് സാമ്പിൾ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, സെഡ് ടെസ്റ്റ് ആണ്. പിന്നെ സ്മോൾ സാമ്പിൾ ആണെങ്കിൽ ഒന്നും നോക്കാണ്ട് ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലൊരു കണ്ടീഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണെങ്കിൽ, ഗിവൺ ആണെങ്കിൽ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് അൺനോൺ ആണെങ്കിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യുള്ളൂ, ടി ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ സാമ്പിൾ സൈസ് എന്താണ്, സ്മോൾ ആണ്. സാമ്പിൾ സൈസ് സ്മോൾ ആയതിനെ കൊണ്ട് മാത്രം അതിൽ എന്ത് ചെയ്യരുത്, ടി ടെസ്റ്റ് യൂസ് ചെയ്യരുത്. അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ സെഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു പോപ്പുലേഷൻ മീൻ എന്ത് ചെയ്യലാണ്, ടെസ്റ്റ് ചെയ്യുക. ഒരു പോപ്പുലേഷൻ മീന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും, ഈ സെഡ് ടെസ്റ്റിനെ യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു സാമ്പിളിൻ്റെ മൊത്തം ഡാറ്റ തന്നിട്ടുണ്ടാവും. സാമ്പിളിൻ്റെ പോപ്പുലേഷൻ മീൻ, ഒരു സാമ്പിൾ ഇത്ര ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു, ആ സാമ്പിളിൻ്റെ മീൻ എത്രയാണ്. ചില സമയത്ത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പിന്നെയോ എന്നിട്ട് പോപ്പുലേഷൻ മീൻ ഇത്രയാവോ അല്ലേ എന്നാണ് നിങ്ങളോട് എന്തുണ്ടാവുക, ചോദ്യം ഉണ്ടാവുക. അതായത് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ മീൻ എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോളേജിലെ കുട്ടികളുടെ ഹൈറ്റ്,
അപ്പോൾ കോളേജിലെ കുട്ടികളുടെ ഹൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 100 കുട്ടികളെടുത്തു, അവരുടെ മീൻ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ മീൻ ഹൈറ്റ് കിട്ടിയത് 155 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, മീൻ ഹൈറ്റ്. അപ്പോൾ അത് ആ സാമ്പിളിന്റെ മീൻ ഹൈറ്റ് ആണ്, അപ്പോൾ സാമ്പിൾ മീൻ ആണ് അത്. ഇനിയോ നിങ്ങളുടെ കോളേജിലെ കുട്ടികളുടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 സെന്റിമീറ്റർ ആണെങ്കിൽ കോളേജിന്റെ കുട്ടികളുടെ ഹൈറ്റ്, കോളേജിലെ കുട്ടികളുടെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആവുമോ എന്നാണ് നിങ്ങളോട് ചോദ്യം ഉണ്ടാവുക. അതായത് ഒരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യുക, ആ പോപ്പുലേഷൻ മീൻ ശരിയാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് എന്തിൽ ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീനിൽ നമ്മൾ എന്ത് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാം ചെയ്യുന്നത് ഒരുപോലെ തന്നെയായിരിക്കും. ആദ്യം സെറ്റ് ചെയ്യേണ്ട കാര്യം നൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. അതായത് h0 such that mu is equal to mu0. അതായത് mu is equal to ഇത്രയാണോ എന്നൊരു ചോദ്യമാണ് ഉണ്ടാവുക. അപ്പോൾ mu is equal to, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ mu is equal to 160, അതായത് mu 160 ആവോ അല്ലേ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ h0 എന്തായിരിക്കും, mu is equal to 160 എന്നാവും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താ, mu is equal to mu0 എന്നാണ് കൊടുത്തത്. അതുപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാവും h1 such that mu1 not equal to mu0. അതായത് ആണോ അല്ലേ എന്ന് മാത്രമേ ചോദ്യം ഉള്ളൂ എന്നുണ്ടെങ്കിൽ mu1 not equal to mu0, അതായത് mu1 not equal to 160 എന്ന് കൊടുക്കാം. നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പോപ്പുലേഷൻ മീൻ 160നേക്കാളും കൂടുതലാവോ എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ mu1 such that mu1 not equal to 160 എന്നാണ് ഉണ്ടാവുക അല്ലേ. നേരെ മറിച്ച് നിങ്ങളോടുള്ള ചോദ്യം ഇങ്ങനെയാണ്, h1 such that കേട്ടോ, നിങ്ങളോടുള്ള ചോദ്യം ഇങ്ങനെയാണ്, നമ്മുടെ ആവറേജ് മീൻ എന്ന് പറയുന്നത് 160നേക്കാളും ആ കോളേജിന്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 160നേക്കാളും കുറവായിരിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ mu less than 160 എന്നാണ് കൊടുക്കുക. ഇനി നിങ്ങളോടുള്ള ചോദ്യം എങ്ങനെയാണ്, അവിടുത്തെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 160 ആവോ എന്ന് ചോദിച്ചാൽ നമ്മുടെ h1 എന്തായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ h1 ഈ 3 തരത്തിൽ ഏത് വേണമെങ്കിലും ആവാം, അത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നോക്കിയേ ഏതൊക്കെയാണ്, ഒന്നുകിൽ mu less than mu0 ആവാം, അല്ലെങ്കിൽ mu greater than mu0 ആവാം, അല്ലെങ്കിൽ mu not equal to mu0 ആയിരിക്കാം. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് റാൻഡം സാമ്പിൾസ് ഓഫ് സൈസ് n ഉള്ള റാൻഡം സാമ്പിളിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോൺ വേരിയൻസ്, നമുക്ക് അറിയുന്ന ഒരു വേരിയൻസ് തന്നിട്ടുണ്ടാവും. ആൻഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുക എങ്ങനെയാ, z is equal to x bar by sigma by root n. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, പോപ്പുലേഷൻ സാമ്പിൾ മീൻ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, പോപ്പുലേഷൻ മീൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അതെടുക്കുക, അവിടെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. പിന്നെ എന്ത് ചെയ്യുക, for a significant level of significance ആൽഫ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ 0.05 അല്ലെങ്കിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ സാധാരണ എടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയണം. അങ്ങനെയാണെങ്കിൽ അതിന് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെഡിന്റെ വാല്യൂ നമ്മൾ ടേബിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ അത് എന്തിനനുസരിച്ച് മാറും, h1-നനുസരിച്ച് അത് മാറും. ഇപ്പം ലെസ് ദാൻ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ആണെങ്കിലും ടേബിൾ വാല്യൂ സെയിം തന്നെയാണ് വരിക. പക്ഷെ നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ ടേബിൾ വാല്യൂവിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പം ആ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുക, നമ്മുടെ ടേബിൾ വാല്യൂ ഉണ്ടായിരിക്കുക. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് h0 ചെയ്യും, അതർവൈസ് റിജക്റ്റ് h0 ചെയ്യും. അതായത് നമ്മൾ ഈ സെറ്റിന്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന വാല്യൂ ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ, കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ h0 ആക്സെപ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ എന്താണോ h0 സെറ്റ് ചെയ്തത് അതെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ h0 എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. h0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ h1 എന്ത് ചെയ്യലാണ്, ആക്സെപ്റ്റ് ചെയ്യലാണ്. അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത്, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യൂല, സിഗ്മ എന്ന് പറയുന്ന സാധനം തരൂല. അതായത്
പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചെയ്യില്ല, നമുക്ക് തരൂല. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലെങ്കിൽ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ സിഗ്മ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ, n ലാർജ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മക്ക് പകരം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് എന്ന് എന്ത് ചെയ്യാം, കൊടുക്കാം. അതായത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയൂല അല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ z is equal to x bar minus mu by s by root n എന്ന് വരിക. ഉണ്ടോ, സിഗ്മക്ക് പകരം എന്തായി, s ആയിട്ട് മാറ്റാം. ഇനി വേറെ കേസ് ഉണ്ട്. ഇഫ് പോപ്പുലേഷൻ ഈസ് ഗിവൺ ടു ബി നോർമൽ, ദ ടെസ്റ്റ് procedure is valid even if the sample size is small provided sigma is known. അതായത് സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും സിഗ്മ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും സിഗ്മ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുക, സെഡ് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ആലോചിച്ച് വെക്കുക. ഈ ഇക്വേഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാമ്പിൾ മീൻ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണത്, അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണത്. അതിൽ തന്നെ നമ്മൾ അഥവാ സിഗ്മ തന്നിട്ടില്ലെങ്കിൽ സിഗ്മക്ക് പകരം എന്ത് യൂസ് ചെയ്യാം, എസിനെ യൂസ് ചെയ്യാം. ഇനി സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും നമുക്ക് ഈ ടെസ്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. എ സാമ്പിൾ ഓഫ് 25 ഐറ്റംസ്, 25 ഐറ്റത്തിൻ്റെ സാമ്പിൾ. അപ്പോൾ n 25 ആണ്, ലെസ് ദാൻ 30 ആണ്, സ്മോൾ സാമ്പിൾ ആണ്. പക്ഷേ 25 ഐറ്റംസ് were taken from a population with standard deviation 10 and അതുകൊണ്ടോ പോപ്പുലേഷൻ ഒരു നോർമൽ പോപ്പുലേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത് 10 എന്ന്. ഓക്കെ, പിന്നെയോ ആൻഡ് ദ സാമ്പിൾ മീൻ എത്രയാണ്, 65 ആണ്. ക്യാൻ ഇറ്റ് ബി റിഗാർഡഡ് ആസ് എ സാമ്പിൾ ഫ്രം നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 60 അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. സാമ്പിൾ സൈസ് 25 ആണ് തന്നിട്ടുണ്ട്. ആ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്ന് വിളിക്കുക, അത് 10 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ മീൻ, സാമ്പിൾ മീൻ അഥവാ എക്സ് ബാർ 65 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോടുള്ള ചോദ്യം, ഈ പറയുന്ന ഡാറ്റ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ സാമ്പിൾ ഫ്രം നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 60. നോർമൽ പോപ്പുലേഷൻ ആണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ മീൻ എന്താണ് 60 ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് നമ്മളോടുള്ള എന്ത് ചോദ്യം. അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു 0.05 എന്നും കൊടുക്കാം. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദ്യം ഒരു പെർട്ടിക്കുലർ മ്യൂ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാനാണ്. മ്യൂ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നോക്കാനാണ്. അപ്പോൾ ഇത് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആണെങ്കിൽ പോലും എന്താണ്, സിഗ്മ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് എന്ത് ചെയ്യുക എന്ന് നമ്മൾ തൊട്ട് മുന്നതായി ഇവിടെ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, h0 such that mu is equal to 60. mu എന്ന് പറയുന്നത് 60 ആണോ അല്ലേ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. Can it be regarded as the sample from normal population with mean 60? mean 60 ഉള്ള നോർമൽ പോപ്പുലേഷൻ ആണോ ഈ സാമ്പിൾ എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ h0 such that mu is equal to 60, h1 such that mu not equal to 60, h1 such that mu not equal to 60 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ even though sample size is small, sigma is known, the test statistic is, set test തന്നെയാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. x bar minus mu by sigma by root 10. x bar എന്ന് പറയുന്നത് 65, mu 0 അഥവാ mu തന്നിട്ടുള്ള എത്രയാണ്, mu 0 60 ആണോ എന്നല്ല നമ്മളോടുള്ള ചോദ്യം. mu 60 അഥവാ ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് 10 റൂട്ട് 25. ആൻസർ കണ്ട 2.5 എന്ന് കിട്ടും. അതായത് സെഡിൻ്റെ വാല്യൂ 2.5. നമ്മൾ മോഡ് സെഡ് കൺസിഡർ ചെയ്യുന്നു. മോഡ് സെഡ് കൺസിഡർ ചെയ്യുമ്പോൾ 2.5. അതായത് നെഗറ്റീവ് വന്നാലും നമ്മൾ മോഡ് വാല്യൂ ആണ് എന്ത് എടുക്കുക, പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടേബിൾ വാല്യൂ കാണണം. ടേബിൾ വാല്യൂ കാണുമ്പോൾ ഈ സംഗതി കൂടി നിങ്ങൾ നോക്കണം, 2 tail ആണോ 1 tail ആണോ എന്നും കൂടി നോക്കണം. നോട്ട് ഈക്വൽ ടു 0 എന്നാണ് h1 എങ്കിൽ അത് 2 tail ആണ്. ഇനി ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ആണെങ്കിൽ അതെന്താണ്, 1 tail ആണ്. അത് മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മുടെ നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് 2 tail ആയതുകൊണ്ട്
ടേബിൾ വാല്യൂ ഓഫ് സെഡ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ബ്രാക്കറ്റിൽ ടു ടൈൽ ടേബിൾ വാല്യൂ നമ്മൾ കാണുന്നു അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേഷനിലും ഇതേ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടേബിൾ വാല്യൂ എന്ന് പറയുന്ന കാര്യം സെഡിന്റെ ടേബിൾ വാല്യൂ കാണുന്നത് അതിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.96 കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടേബിൾ വാല്യൂ കിട്ടിയത് 1.96 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയത് 2.5 ആണ്. ദെൻ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ 2.5 ഗ്രേറ്റർ ദാൻ 1.96 ആയതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്ട് H0 ആണ്. നേരെ തിരിച്ചാണെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ആക്സെപ്റ്റ് H0 ആണ്. അപ്പോൾ ഇവിടെ റിജക്ട് H0 എന്ന് കിട്ടി. അതായത് H0 റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനം റിജക്ട് ചെയ്യുക. mu is equal to 60 എന്ന് പറയുന്നത് റിജക്ട് ചെയ്യുക. അതായത് അതിന്റെ അർത്ഥം എന്താ? H1 ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ്. അതായത് mu not equal to 60 എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സാമ്പിൾ cannot be regarded as drawn from normal population with mu 60. mu 60 ആയിട്ടുള്ള നോർമൽ പോപ്പുലേഷൻ ആണ് സാമ്പിൾ എടുത്തത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നാണ് അവിടെ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The mean life of a sample of 100 lights bulbs produced by a company is found to be 1570 hours. ഒരു 100 ബൾബ് നമ്മൾ എടുത്തു. അതിന്റെ മീൻ ലൈഫ് എന്ന് പറയുന്നത് 1570 hours ആണ്. വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 120 hours. അപ്പോൾ നമ്മൾ എടുത്ത 100 ലൈറ്റിന്റെ കാര്യമാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. അതായത് സാമ്പിൾ സൈസ് 100 ആണ്. സാമ്പിളിന്റെ മീൻ ആണ് പറഞ്ഞത് 1570. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത് പറഞ്ഞത് 120 hours. ഓക്കെ. പിന്നെ ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് the mean life of all the bulbs produced by the company is 1600 hours. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ ബൾബുകളുടെയും, അതായത് കമ്പനി ഉണ്ടാക്കുന്ന ബൾബുകളുടെ എല്ലാം എന്ന് പറയുമ്പോൾ അത് ആ പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. അത് 1600 ആവോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അഗെയിൻസ്റ്റ് ദ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് നോട്ട്. അത് അങ്ങനെയല്ല എന്നുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അത് അങ്ങനെയല്ല എന്നും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അറ്റ് എ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന് കിട്ടി. അതായത് സാമ്പിൾ സൈസ് 100 ആണ്. ആ 100 സാമ്പിൾസിന്റെ എന്ത് മീൻ ആണ് 1570, അഥവാ എക്സ് ബാർ ആണ് 1570. ആ 100 സാമ്പിൾസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 120, അഥവാ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ആണ് 120. പിന്നെയോ നമ്മളോടുള്ള ചോദ്യം മീൻ ലൈഫ് ഓഫ് ദ കമ്പനി 1600 ആവുമെന്നാണ്. അപ്പൊ mu0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1600 കൊടുക്കുന്നു. H0 സെറ്റ് ചെയ്യുന്നു. mu equal to 1600. ആ കമ്പനീന്റെ പോപ്പുലേഷൻ മീൻ 1600 ആവോ അല്ലേ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പൊ H0 mu equal to 1600. H1 എങ്ങനെ എഴുതാം? mu not equal to 1600. അതായത് അതെന്തായി? ടു ടൈൽ ആണ്. നോട്ട് ഈക്വൽ ടു വന്നാൽ ടു ടൈൽ ആണ്. ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നാലാണ് അത് എന്താവുക? വൺ ടൈൽ ആയിട്ട് മാറുക. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നേരത്തെ ചെയ്ത പോലെ തന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്നും z is equal to x bar minus mu by സിഗ്മ ബൈ റൂട്ട് എന്നിന് പകരം എസ് ബൈ റൂട്ട് ആയി. കാരണം സാമ്പിൾ സൈസ് ലാർജ് ആണ്. അഥവാ സിഗ്മ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആര് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു? എസിന് യൂസ് ചെയ്യാം. സിഗ്മക്ക് പകരം നമ്മൾ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 1570 മൈനസ് 1600 ബൈ 120 ബൈ റൂട്ട് 100. അത് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുക -2.5 ആണ്. അതായത് മോഡ് സെഡ് എന്ന് പറയുമ്പോൾ 2.5 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് സെഡ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ടു ടൈൽ ആയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാണുന്നു. നേരത്തെ അതേ കാര്യം തന്നെയാണ്. 1.96 കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. therefore reject H0 നമ്മൾ റിജക്ട് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ കമ്പനി പറയുന്ന mu is equal to 1600 എന്ന് പറയുന്നത് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. H0 റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് mu not equal to 1600. ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബുകളുടെ ലൈഫ് എന്തില്ല? 1600 അല്ല. ചിലപ്പോൾ അത് കൂടുതലാവാം കുറവാവാം. അത് നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ
ആണോ അല്ലേ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പം 1600. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ അത് 1600-നേക്കാൾ കൂടുതലാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? മ്യൂ ഗ്രേറ്റർ ദാൻ, ഇവിടെ നോട്ട് ഈക്വൽ ടു വരെ എന്താക്കണമായിരുന്നു? ഗ്രേറ്റർ ദാൻ 1600 എന്നാക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ 2 tailന് പകരം എന്താ വരിക? 1 tail ആയിരിക്കും വരികയായിരുന്നത്. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു, ആ കമ്പനി പറയുന്നതിനേക്കാൾ കുറവാണോ എന്ന് ചോദിച്ചാൽ, ആ 1600-നേക്കാൾ കുറവാണോ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മ്യൂ ലെസ് ദാൻ 1600 എന്നാക്കണം. അപ്പോഴും 2 tailന് പകരം തന്നെയാണ് വരിക? 1 tail ആണ്. അപ്പൊ ലെസ് ദാൻ വരുന്നതും ഗ്രേറ്റർ ദാൻ വരുന്നതും ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് നമ്മളാണ് എന്ത് ചെയ്യുന്നത്? H1 സെറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അത് 1 tailഉം 2 tail ആവുന്നത്. 1 tailഉം 2 tail ആവുമ്പോൾ വാല്യൂവിൽ എന്ത് വരും? ടേബിൾ വാല്യൂവിൽ ചേഞ്ച് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A new product was introduced in the market claiming that it has an average life of 200 hours. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ ക്ലെയിം ചെയ്യുന്നത് അവരുടെ ആവറേജ് ലൈഫ് എത്രയാണ്? 200 hours ആണ്, വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 21 hours. അത് അവർ ക്ലെയിം ചെയ്യുന്ന കാര്യമാണ്. അതായത് അവരെടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും മീൻ ലൈഫ് 200 hours-ഉം അവരെടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21. അതായത് ആ പോപ്പുലേഷന്റെ മീൻ 200 ആണെന്നും പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21 ആണെന്നുമാണ് അവരെന്ത് ചെയ്യണത്? പറയുന്നത്. This claim came under severe criticism from dissatisfied customers. A customer group tested 49 times എന്ന് പറഞ്ഞാൽ അത് 49 പ്രാവശ്യം അത് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. 49 പ്രൊഡക്ട്സ് ആവും ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൗണ്ട് ദാറ്റ് ദേ ഹാവ് എൻ ആവറേജ് ലൈഫ് ഓഫ് 191 hours. അപ്പോൾ ഇവരുടെ ഈ ക്ലെയിം കുറെ ക്രിറ്റിസിസം വഴി വെച്ചു. അങ്ങനെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് 49 പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടിയ മീൻ ലൈഫ് 191 hours ആണ്. ഈസ് ദാറ്റ് ക്ലെയിം ഓഫ് മാനുഫാക്ചറർ ജസ്റ്റിഫൈഡ്? മാനുഫാക്ചറുടെ ക്ലെയിം എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അതായത് ഇവിടെ തന്ന കാര്യങ്ങൾ നോക്കിയേ. മീൻ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് അഥവാ പോപ്പുലേഷൻ മീൻ 200-ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21 ആണെന്നാണ് മാനുഫാക്ചറർ പറയണത്. അത് നമ്മൾ 49 ടെസ്റ്റ് ചെയ്തു, അഥവാ n=49. അപ്പോൾ കിട്ടിയ മീൻ ലൈഫ് 191 ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മാനുഫാക്ചർ പറയുന്ന കാര്യം ശരിയാണോ, അല്ലെങ്കിൽ അവരുടെ മീൻ ലൈഫ് അതിനേക്കാൾ കുറവാണോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യണ്ടേ? ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ H0 നമ്മൾ സെറ്റ് ചെയ്യുന്നു μ=200. H1 നമ്മൾ സെറ്റ് ചെയ്യുന്നു μ<200. അവർ ആ ഗ്രൂപ്പ് പറയുന്നത് അവരുടെ എന്തല്ല, അവർ പറയുന്ന ക്ലെയിം ഇല്ല എന്നാണ്, അത് 200-നേക്കാൾ കുറവാണ് എന്നാണ് ആ ഗ്രൂപ്പ് പറയുന്നത്. നേരെ മറിച്ച് കമ്പനി പറയുന്നത് അവരുടെ മീൻ ലൈഫ് 200 ആണ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? H0 H1 സെറ്റ് ചെയ്യുന്നു. μ<200 ആയ സ്ഥിതിക്ക് അത് 1 tail ടെസ്റ്റ് ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ നോക്കുന്നു. x bar minus mu by sigma by root n. അല്ലേ? ഇവിടെ സിഗ്മ തന്നെയാണ് തന്നിട്ടുള്ളത്. അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 21 minus 200 by 21 by root 49 ആൻസർ ചെയ്യുമ്പോൾ -63/21 ആൻസർ കിട്ടുക -3. മോഡ് z കാണുമ്പോൾ 3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നേരത്തെ പോലെ ടേബിൾ വാല്യൂ കാണണം. ടേബിൾ വാല്യൂ ഓഫ് z at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 1 tail. 1 tail ആകുമ്പം വാല്യൂവിൽ മാറ്റം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടേബിൾ വാല്യൂ എന്താണ്? 1.645 ആണ്. 1.645 ആണ് ടേബിൾ വാല്യൂ അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 1 tail വരുമ്പോൾ 1.645 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയത് 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ 1.645-നേക്കാളും വലുതാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. ദെർഫോർ റിജക്റ്റ് H0. H0 നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ μ=200 എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? μ<200. അപ്പോൾ അവർ പറയുന്ന, അതായത് ഡിസാറ്റിസ്ഫൈഡ് ഗ്രൂപ്പ് പറഞ്ഞതാണ് ശരി, അവരുടെ മീൻ ലൈഫ് എന്തില്ല? 200 വരുന്നില്ല, അതിനേക്കാളും എന്താണ്? കുറവാണ്. Therefore the claim of the manufacturer is not satisfied. മാനുഫാക്ചറുടെ ക്ലെയിം എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. നാലാമത്തെ പ്രോബ്ലം നോക്കാം. A sample of 900 members is found to have a mean of 3.4 cm and a standard deviation of 2.61. അതായത് 900 സാമ്പിൾസ് എടുത്തപ്പം അതിൻ്റെ മീൻ 3.4-ഉം
അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.61. അതായത് സാമ്പിൾ സൈസ് 900 ആണ്, ആ സാമ്പിളിൻ്റെ ആണ് 3.4, അഥവാ എക്സ് ബാർ ആണ് 3.4, എസ് ആണ് എന്ത് 2.61. Could it be reasonably regarded as a sample from a large population whose mean is 3.25 centimeter? അങ്ങനെയാണെങ്കിൽ 3.25 സെൻറ്റിമീറ്റർ മീനുള്ള ഒരു സാമ്പിൾ എടുത്ത് ഒരു പോപ്പുലേഷൻ എടുത്തതാണോ അത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. യൂസ് ടു ടൈൽ ടെസ്റ്റ് അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അഥവാ ആൽഫ ഇസ് ഈക്വൽ ടു 0.01 ആണ്. ഓക്കെ, അപ്പോൾ N 900, അതിൻ്റെ മീന് 3.4, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അഥവാ S 2.61. നമ്മളോടുള്ള ചോദ്യം മ്യൂ ഇസ് ഈക്വൽ ടു 3.25 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ H0 such that mu is equal to 3.25, H1 such that mu not equal to 3.25. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 ടൈൽ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ടെസ്റ്റ് ചെയ്താൽ മതി എന്ന്. അതായത് നോട്ട് ഈക്വൽ ടു ആണ് വരേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കേസിൽ എന്ത് തന്നെയാണ് നോട്ട് ഈക്വൽ ടു എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം അത് എന്ത് ചെയ്യാണ്, മീൻ വാല്യൂ 3.25 ആണോ അല്ലേ എന്ന് നമ്മളോടുള്ള ചോദ്യമുള്ളൂ. 3.25 കൂടുതലാണോ കുറവാണോ എന്നൊന്നും നമ്മളോട് എന്ത് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല. ഞാൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതുന്നു. Z is equal to x bar minus mu by s by root n. ഇവിടെ സിഗ്മ ഇല്ല, സിഗ്മയ്ക്ക് വരെ s ആയതുകൊണ്ട് s by root n. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.724 ആൻസർ കിട്ടും. അതായത് മോഡ് Z എന്ന് പറഞ്ഞാൽ 1.724 ആണ്. ടേബിൾ വാല്യൂ ഓഫ് Z കാണുന്നു അറ്റ് 1%. ആൽഫന്റെ വാല്യൂ 0.01 അഥവാ 1% ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ടു ടൈൽ ആകുമ്പോൾ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വാല്യൂ 2.58 എന്നാണ് കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ, കാരണം മോഡ് സെറ്റിന് കാൽക്കുലേറ്റഡ് വാല്യൂ 1.724 ആണ്. 1.724 ലെസ് ദാൻ 2.58 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ. therefore accept H0. accept H0 എന്ന് പറഞ്ഞാൽ ഈ H0 ശരിയാണ്, അഥവാ mu is equal to 3.25 ആണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ വന്നിട്ടുള്ളത് എവിടുന്നാണ്, പോപ്പുലേഷൻ മീൻ 3.25 ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് നമ്മൾ ഈ സാമ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ക്ലിയർ? സെറ്റ് ടെസ്റ്റിന്റെ സെക്കൻഡ് യൂസേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷൻ മീൻ ശരിയാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ത് ചെയ്തത്, സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്തത്. സെറ്റ് ടെസ്റ്റിന്റെ അടുത്ത യൂസേജ് ആണ് പറയുന്നത് ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ. രണ്ട് പോപ്പുലേഷൻ മീനുകളുടെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് എന്തുണ്ടാവും, പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും. ആ രണ്ട് പോപ്പുലേഷനിൽ നമ്മൾ സാമ്പിൾ എടുക്കുന്നു, അത് സ്റ്റഡി നടത്തുന്നു. അത് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഈ രണ്ട് പോപ്പുലേഷനും ഒരുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് പോപ്പുലേഷനും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന്, ഉണ്ടോ ഇല്ലേ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എന്ത് ചെയ്യണത്, യൂസ് ചെയ്യണത്. അപ്പോൾ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് മീൻസ് എന്താണ്, to normal population we are actually testing the significant difference between the two sample means. അതായത് രണ്ട് പോപ്പുലേഷൻ മീനുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക ആരെയാണ്, ആ രണ്ട് പോപ്പുലേഷനും എടുത്തിട്ടുള്ള സാമ്പിളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ആ സാമ്പിളുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോപ്പുലേഷൻ തമ്മിലും കാര്യമായ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സാമ്പിളുകളും വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് സാമ്പിളുകളും വന്നിട്ടുള്ളത് ഒരേ പോപ്പുലേഷൻ ആണോ എന്നും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഈ രണ്ട് സാമ്പിളുകളും വന്നിരിക്കുന്നത് ഒരേ പോപ്പുലേഷൻ ആണോ, അല്ലെങ്കിൽ ഈ രണ്ട് പോപ്പുലേഷൻ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ H0 അഥവാ നമ്മളെ null hypothesis നമ്മൾ സെറ്റ് ചെയ്യുക. H0 such that mu1 equal to mu2 എന്നാണ്. H1 സെറ്റ് ചെയ്യാൻ ചിലപ്പോൾ mu1 less than mu2 ആവാം, mu1 greater than mu2 ആവാം, അല്ലെങ്കിൽ mu1 not equal to mu2 ആവാം. ലെസ് ദാൻ mu1 ഗ്രേറ്റർ ദാൻ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നാൽ അത് 1 ടൈൽ ആവും. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, 2 ടൈൽ ആവും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ ഈ രണ്ടെണ്ണം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് പോപ്പുലേഷനും സാമ്പിളുകൾ എടുക്കും. ഫസ്റ്റത്തെ സാമ്പിൾ N1, സാമ്പിൾ സൈസ് N1, രണ്ടാമത്തെ സാമ്പിൾ സൈസ് എന്താവും, N2 ആയിരിക്കും. പിന്നെ രണ്ട് പോപ്പുലേഷൻസും ഒന്നുണ്ടാവും, മീൻ ഉണ്ടാവും. രണ്ട് പോപ്പുലേഷൻ, ഫസ്റ്റ് പോപ്പുലേഷൻ്റെ മീൻ mu1, രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ മീൻ mu2 ആയിരിക്കും. അതുപോലെ അവയുടെ വേരിയൻസുകൾ, പോപ്പുലേഷൻ്റെ വേരിയൻസുകൾ ഉണ്ടാവും. അതായത് σ1 സ്ക്വയറും σ2 സ്ക്വയർ, അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ1 σ2 ആയിരിക്കും. ഇനി അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ
z is equal to x1 bar minus x2 bar by root sigma 1 square by n1 plus sigma 2 square by n2 എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവുക. ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ കാൽക്കുലേറ്റഡ് വാല്യൂവിനെ നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഫോർ ദ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ആൽഫ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ, നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ റീജിയൻ കൺസിഡർ ചെയ്യണത്. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആകുമ്പോഴും ഒരുപോലെയാണ്, പക്ഷേ നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. If calculated mod z less than table value with specified level of significance, calculated value less than ആണെങ്കിൽ നമ്മൾ accept ചെയ്യും, calculated value greater than table value ആണെങ്കിൽ നമ്മൾ reject ചെയ്യും. അതിലൊരു വ്യത്യാസവും ഇല്ല. We accept at 0, otherwise reject at 0. അത് എല്ലാ ടെസ്റ്റിലും അത് തന്നെയാണ് കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കണം കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിലാണ്, കാൽക്കുലേറ്റഡ് വാല്യൂ ചെറുതാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, കാൽക്കുലേറ്റഡ് വാല്യൂ വലുതാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ചില സമയത്ത് നമുക്ക് എന്ത് തരൂല, സിഗ്മ 1ഉം സിഗ്മ 2ഉം തരൂല, അതായത് പോപ്പുലേഷൻ വേരിയൻസുകൾ തരൂല. പോപ്പുലേഷൻ വേരിയൻസുകൾ തരാത്ത കേസിൽ അതിന് പകരം നമുക്ക് ആരെ യൂസ് ചെയ്യാം, സാമ്പിൾ വേരിയൻസുകളായിട്ടുള്ള S1നും S2നും S1 സ്ക്വയറിനും S2 സ്ക്വയറിനും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഫോർ ലാർജ് വാല്യൂസ് ഓഫ് n, ന്റെ സൈസ് ന്റെ വാല്യൂ ലാർജ് ആകുമ്പോൾ നമുക്ക് സിഗ്മ 1നും സിഗ്മ 2നും പകരം S1ഉം S2 എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ എസ് ബൈ റൂട്ട് n ചെയ്തില്ലേ, സിഗ്മ ബൈ റൂട്ട് n വരെ എസ് ബൈ റൂട്ട് n ചെയ്തു. അഥവാ ലാർജ് സാമ്പിൾ ആകുമ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെ നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എങ്ങനെയായിട്ട് മാറും, ഇതാ z is equal to x1 bar minus x2 bar s1 square by n1 s2 square by n2 എന്നാവും. അതായത് സിഗ്മ 1നും സിഗ്മ 2നും പകരം S1ഉം S2 എന്ത് ചെയ്യും, വരും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചില സമയത്ത് ഇത് രണ്ടും ഒരു പോപ്പുലേഷൻ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോപ്പുലേഷന് രണ്ട് സാമ്പിൾ ആണോ, ഒരു പോപ്പുലേഷനിലുള്ള രണ്ട് സാമ്പിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, സിഗ്മ 1ഉം സിഗ്മ 2 ഉണ്ടാവില്ല, ഒരൊറ്റ സിഗ്മ ഉണ്ടാവുള്ളൂ. രണ്ടിൻ്റെയും പോപ്പുലേഷൻ ഒരേ പോപ്പുലേഷൻ ആണ്, രണ്ട് സാമ്പിൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ സിഗ്മ 1നും സിഗ്മ 2നും നമ്മൾ എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക, കൊടുക്കുക. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലത്തിൽ എന്താ പറയുന്നത് നോക്കിയേ. Suppose that 64 students from college A and 81 students from college B had mean heights 68.2 and 67.3 inches. അതായത് കോളേജ് എയിലെ 64 കുട്ടികൾ എടുത്തപ്പോൾ അവരുടെ മീൻ ഹൈറ്റ് 68.2 ഇഞ്ചും കോളേജ് ബിയിലെ 81 സ്റ്റുഡൻസിന് എടുത്തപ്പോൾ അവരുടെ മീൻ ഹൈറ്റ് 67.3 ഇഞ്ചും ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഫോർ ദ ഹൈറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഈസ് 2.43. എല്ലാ സ്റ്റുഡൻറ്റുകളുടെയും കുട്ടികളുടെ തന്നെ കോളേജുകളിലെ സ്റ്റുഡൻസുകളുടെ, അതായത് മൊത്തം സ്റ്റുഡൻസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഹൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.43 ആണ്. അതായത് മൊത്തം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സാമ്പിളിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഓൾ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതെന്താണ്, പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.43 ആണെങ്കിൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഹൈറ്റിൻ്റെ കാര്യത്തിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ, അവർ തമ്മിലുള്ള വ്യത്യാസം കാര്യമായിട്ടുള്ളതാണോ അല്ലേ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ തന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നു. ഫസ്റ്റ് സാമ്പിൾ സൈസ് 64 ആണ്, സെക്കൻഡ് സാമ്പിൾ സൈസ് 81 ആണ്. ഫസ്റ്റ് സാമ്പിളിൻ്റെ മീൻ ഹൈറ്റ് 68.82 ആണ്, സെക്കൻഡ് സാമ്പിളിൻ്റെ മീൻ ഹൈറ്റ് 67.3 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം. പോരാത്തതിന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദ ഓൾ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതായത് സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് എ എന്ന് പറഞ്ഞ കോളേജ് ആയിക്കോട്ടെ ബി എന്ന് പറഞ്ഞ കോളേജ് ആയിക്കോട്ടെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ആണ്. അപ്പോൾ സിഗ്മ 1 സിഗ്മ 2 എന്തിന് ഈക്വൽ ആണ്, സിഗ്മയ്ക്ക് ഈക്വൽ ആണ്. ഇവിടെ 2.43 ആണ്. അപ്പോൾ സിഗ്മ 1 ആയിട്ടും 2.43 ആണ് നമ്മൾ കൊടുക്കുക, സിഗ്മ 2 ആയിട്ടും നമ്മൾ എന്ത് തന്നെയാണ് കൊടുക്കുക, 2.43 ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ H0 സെറ്റ് ചെയ്യുന്നത് μ1 ഈക്വൽ ടു μ2, H1 സെറ്റ് ചെയ്യുന്നു μ1 നോട്ട് ഈക്വൽ ടു μ2. അതായത് രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ് നമ്മളോടുള്ള ചോദ്യം. μ1 നോട്ട് ഈക്വൽ ടു μ2 എന്ന് കൊടുക്കുന്നു, അതായത് 2 tail ആണ്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുമ്പോൾ z is equal to x1 bar minus x2 bar root sigma 1 square by n1 plus sigma 2 square by n2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. 68.2 minus 67.3
by 2.43 square by 64, 2.43 square by 81. ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2.21 കിട്ടും. അതായത് മോഡ് Z 2.21 എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് Z at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ 5% കൺസിഡർ ചെയ്യാണ്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ടു ടൈൽ. ടു ടൈൽ ആകുമ്പോൾ 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടേബിൾ വാല്യൂ 1.96 ആണ് കിട്ടുക. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആയതുകൊണ്ട് റിജക്റ്റഡ് 0. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും 2.21 എന്ന് പറയുന്നത് 1.96 വലുതാണ്. അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു H0. H0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് രണ്ടിൻ്റെയും പോപ്പുലേഷൻ മീനുകൾ എന്തല്ല, സെയിം അല്ല. അതായത് രണ്ട് പോപ്പുലേഷനും എ എന്ന് പറയുന്നതും ബി എന്ന് പറഞ്ഞ രണ്ട് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് ഒരേ പോപ്പുലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടും ഒരേ പോപ്പുലേഷൻ അല്ല, അത് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ റാൻഡം സാമ്പിൾ ഓഫ് 1000 വർക്കേഴ്സ് ഫ്രം ഫാക്ടറി എ ഷോസ് ദാറ്റ് ദ മീൻ വേജസ് വേർ 47 rupees per week. എ എന്ന് പറയുന്ന ഫാക്ടറിയിലെ 1000 വർക്കേഴ്സിന് എടുത്തപ്പോൾ അവരുടെ മീൻ വേജ് 47 rupees per week ആണ്, വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 23 rupees. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ എ എന്ന് പറയുന്ന ഫാക്ടറിയിലെ 1000 എംപ്ലോയീസിൻ്റെ കാര്യമാണ് എന്ത് ചെയ്തത്, മീൻ 47ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 23. അപ്പോൾ സാമ്പിൾ സൈസ് 1000, അതിൻ്റെ മീന് സാമ്പിൾ മീന് 1000 എംപ്ലോയീസിൻ്റെ സാമ്പിൾ മീൻ അഥവാ എക്സ്പെൻ ബാർ, അതുപോലെ ആ 1000 എംപ്ലോയീസിൻ്റെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അഥവാ S1 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതുപോലെ റാൻഡം സാമ്പിൾ ഓഫ് 1500 വർക്കേഴ്സ് ഫ്രം ഫാക്ടറി ബി, വേറൊരു ഫാക്ടറി, അവിടുത്തെ മീൻ വേജ് ആ 1500ൻ്റെ അതായത് സാമ്പിൾ മീനാണ് 49, ആ 1500 അഥവാ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് എന്ത് 30 എന്ന് പറയുന്നത്. ഈസ് ദർ എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ മീൻ ലെവൽ ഓഫ് വേജസ്, അവരുടെ വേജസ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസമുണ്ടോ ഇല്ലേ, കാര്യമായിട്ട് അവരുടെ വേജസ് തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മളോടുള്ള ചോദ്യം. തന്ന ഡാറ്റ എഴുതിയേക്കുക, N1 1000, N2 1500, X1 bar 47, X2 bar 49, S1 23, S2 30. നമ്മളോടുള്ള ചോദ്യം അത് തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ്. H0 such that mu1 equal to mu2, അതായത് അത് തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ല. H1 such that mu1 not equal to mu2, അത് തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് എടുക്കുന്നത്. ടു ടൈലാണ്, നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് ടു ടൈലാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ x1 bar minus x2 bar by റൂട്ട് S1 square by N1 plus S2 square by N2. കാരണം ഇവിടെ സിഗ്മ അല്ല തന്നിട്ടുള്ളത്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനല്ല തന്നിട്ടുള്ളത്, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസുകളാണ് തന്നത്. അപ്പം സിഗ്മക്ക് പകരം എന്തായി, S1ഉം S2 ആയി മാറി എന്നുള്ള വ്യത്യാസമുള്ളൂ. 47 minus 49 റൂട്ട് 23 square by 1000 plus 30 square by 1500 ചെയ്താൽ ആൻസർ കിട്ടുന്നത് -1.882. മോഡ് Z കാണുമ്പോൾ 1.882 എന്ന് കിട്ടും. മോഡ് Z ആണ് നമ്മൾ കാണേണ്ടത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യമുള്ളൂ, സിമ്പിൾ സൈന് വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോഡ് Z കിട്ടി 1.882. നമ്മൾ ടേബിൾ വാല്യൂ കാണുന്നു, ടേബിൾ വാല്യൂ ഓഫ് Z at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ടു ടൈൽ അഥവാ 1.96. കാൽക്കുലേറ്റഡ് വാല്യൂ 1.882 ആണ്, ഇവിടെ 1.96 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്, അതുകൊണ്ട് ആക്സെപ്റ്റ് H0. H0 ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ mu1 equal to mu2 എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ, രണ്ട് സാമ്പിളുകളുടെയും അതായത് രണ്ട് സാമ്പിൾ എടുത്തിട്ടുള്ള പോപ്പുലേഷൻസിൻ്റെയും എന്ത് മീൻ വേജസ് സെയിം ആണ്. അതായത് ഫാക്ടറി എയിലും ഫാക്ടറി ബിയിലും ഒരുപോലെയാണ് വേജസിൻ്റെ കാര്യം. അപ്പോൾ there is no significant difference between the population mean, sample means എന്നല്ല population mean ആയിട്ട് അവിടെ എഴുതിയത്, between the samples എന്നാണ് എഴുതിയത്. there is no significant difference between the population mean, population മീനുകൾ തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല എന്ന് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്. given in usual notations N1 400, X1 bar 250, S1 40, N2 400, X2 bar 220, S2 55. അതായത് രണ്ട് സാമ്പിളുകൾ 400 അതുപോലെ 400 ഉള്ള രണ്ട് സാമ്പിളുകൾ, അതിൽ ഫസ്റ്റത്തേൻ്റെ മീൻ 250 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫസ്റ്റത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40 ആണ്. സെക്കൻഡിൻ്റെ മീൻ 220 ആണ്, സെക്കൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 55 ആണ്. ടെസ്റ്റ് വെദർ ദ ടു സാമ്പിൾസ് have came from population having the same mean. രണ്ട് സാമ്പിളും വന്നിട്ടുള്ളത്
ഒരേ പോപ്പുലേഷൻ എന്നുള്ളത് തന്നെയാണോ, അതായത് ഒരേ പോപ്പുലേഷനാണോ രണ്ട് സാമ്പിളും, ഒരേ മീനുള്ള ഒരേ പോപ്പുലേഷനാണോ രണ്ട് സാമ്പിളും വന്നിട്ടുള്ളത്. അപ്പോൾ H0 such that mu1 equal to mu2, H1 such that mu1 not equal to mu2. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x1 bar minus x2 bar, ഇവിടെ സിഗ്മ 1 സിഗ്മ 2 പകരം S1 S2 ആണെന്നുള്ളൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും Z 8.822 എന്ന് കിട്ടി. അതായത് മോഡ് Z is equal to 8.822. ടേബിൾ വാല്യൂ കാണുന്നു, Z at 5% level of significance with 2 tail 1.96 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആയതുകൊണ്ട് റിജക്റ്റ് എന്ത് ചെയ്യുന്നു, H0 റിജക്റ്റ് ചെയ്യുക. H0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. അത് രണ്ടിൻ്റെയും മീൻ സെയിം അല്ല, അതായത് അത് രണ്ടും വന്നിട്ടുള്ളത് സെയിം പോപ്പുലേഷൻ അല്ല, ഒരേ മീനുള്ള ഒരു പോപ്പുലേഷൻ അല്ല അത് രണ്ടും എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഇനി ഇതിലപ്പോൾ നമ്മളൊക്കെ ചെയ്ത് ഈ ടെസ്റ്റിൽ നമ്മൾ നോട്ട് ഈക്വൽ ടു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഇപ്പോൾ ഒരു വയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു ബൾബ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കിട്ടും. ബൾബ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ബൾബ് ഉണ്ടാക്കുന്ന കമ്പനി ഒരു ഇപ്പം നിലവിൽ ഒരു സാമ്പിൾ എടുത്തു, അതിൻ്റെ മീൻ ലൈഫ് ഇത്രയാണ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷം അതിൻ്റെ മീൻ ലൈഫ് കൂടി എന്ന് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ മീൻ ലൈഫ് കൂടിയോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിലും നിങ്ങൾക്ക് തരുന്ന ഡാറ്റ അതായിരിക്കും. കമ്പനി ഒരു പ്രോസസ്സിന് മുന്നേ ഉള്ള എന്തുണ്ടാവും, ഒരു സാമ്പിൾ ഉണ്ടാവും, അതിൻ്റെ മീൻ ഉണ്ടാവും, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സാമ്പിൾ ഉണ്ടാവും, അതിൻ്റെ മീൻ ഉണ്ടാവും, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അത് തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പം അവിടെ എന്തായിരിക്കും, H1 mu1 ലെസ് ദാൻ mu2 എന്നോ mu1 ഗ്രേറ്റർ ദാൻ mu2 എന്നോ എന്ത് ചെയ്യാം, വരാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം വരാം, ഒരു പെർട്ടിക്കുലർ പ്രൊമോഷൻ, ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു ഷോപ്പ്, ക്യാൻഡി ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പിലെ ആവറേജ് സെയിൽസ് 100 ആളുകളുടെ എടുത്തപ്പം ഇത്രയായിരുന്നു ആവറേജ് സെയിൽസ് ഉണ്ടായിരുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഒരു പെർട്ടിക്കുലർ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഓഫർ അവിടെ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഓഫർ ഡിക്ലെയർ ചെയ്തതിൻ്റെ ശേഷം ഉള്ള സെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ ഒരു 150 ആളെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ ആവറേജ് സെയിൽസ് ഇത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയാണ്. ആ ഒരു പ്രൊമോഷൻ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, H0 mu1 equal to mu2 തന്നെയാണ് എടുക്കുക. H1 എന്തായിരിക്കും, mu1 ലെസ് ദാൻ mu2 എന്നോ അല്ലെങ്കിൽ mu1 ഗ്രേറ്റർ ദാൻ mu2 എന്നോ ആണ് എന്ത് ചെയ്യുക, വരിക. അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നല്ല ചോദ്യം. അപ്പോൾ അതിൻ്റെ H1 എന്ത് ചെയ്യും, മാറ്റം വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലാണ്, ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് അതിൻ്റെ H1 എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചാണ് അത് 1 ടൈലും 2 ടൈലും ആയിട്ട് എന്ത് ചെയ്യുന്നത്, H1 അനുസരിച്ചാണ് 1 ടൈലും 2 ടൈലായിട്ട് മാറുന്നത്. 1 ടൈലും 2 ടൈലായിട്ട് മാറുമ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂവിലും എന്ത് ചെയ്യാം, ചേഞ്ചസ് വരാം. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ.